ഹായ് ഓൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ. ഞാറന്നിലയിലൂടെ തണുപ്പൊക്കെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ചായയല്ല, കോഫിയാണ് നമ്മൾ പറഞ്ഞത്. അന്നേരം ഇവിടെ വാർത്തയൊക്കെ നടക്കുന്നുണ്ട്, മഴയുടെ റിപ്പോർട്ട്. ഇവിടെ വരുന്നവർക്കുള്ളൊരു മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന എല്ലാവർക്കും ടി വി കാണാനുള്ളൊരു സൗകര്യം കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റൂമിലുണ്ട് കേട്ടോ. നമ്മുടെ കടയുടെ ഈ വാതിൽ തന്നെ ഒരു വാഗ മരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വാഗയൊക്കെ. അതിൻ്റെ പൂ എപ്പോഴും ആ ഒരു ഭാഗത്ത് കൊഴിഞ്ഞ് കിടക്കുന്ന കാണാം. പിന്നെ ഇതിലെയൊക്കെ എപ്പോഴും മയിലും ഇതിലേക്കൂടെ ഒക്കെ നടക്കുന്നത് കാണാം. അപ്പം ഈ വാഗയുടെ ചോട്ടിയും മയിലൊക്കെ ഇതിലൂടെ മേയുന്ന കാണുന്ന ദൃശ്യവും അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഷോപ്പും ഒക്കെ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ. പക്ക വില്ലേജ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഷോപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ആൾക്കാർക്ക് ഇവിടുന്ന് പാലോട് വരെ പോകേണ്ട ഒരു ആവശ്യകതയില്ല. പാലോട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാലോട് വരെ പോകേണ്ട ഒരു ആവശ്യകതയില്ല. എല്ലാവിധ അത്യാവശ്യപ്പെട്ട എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ ജീപ്പിൻ്റെ സേവനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുതലും ഓട്ടോയാണെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും ജീപ്പ് സർവീസാണ് കൂടുതൽ. ആ ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ആലും ആ ഒരു ഓട്ടോ ജംഗ്ഷനും അതേപോലെ ഈ മലയും ഒരു UP സ്കൂളൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഞാറനീലിയുടെ ഹൈലൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, വൈകുന്നേരം ആ ഒരു കോട മൂടുന്ന സമയത്ത് ഈ ഒരു വ്യൂ എക്സ്ട്രീം ലെവലായിരുന്നു. അതേപോലെ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉള്ള ഷോപ്പുകളും അവിടെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ആളുകൾ അങ്ങനെ കൂടുതലും വാങ്ങാറില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചാലും അത് നഷ്ടക്കച്ചവടമാണെന്നാണ് അവിടെയുള്ള ആളുകൾ പറയാറുള്ളത്. ഇവിടേക്ക് ബസ് സർവീസ് കുറവാണ്, എന്നാലും ഇടവിട്ട ടൈമിൽ ബസ് സർവീസ് ഉണ്ട്. പാലോട് വരെ സർവീസ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ നമുക്ക് KSRTC അവൈലബിൾ ആണ്. ഇതിനോട് ചേർന്നാണ് ഞാറനീലി ദേവീക്ഷേത്രം വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നോക്കി കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ചില ടൈമിലൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പൊന്മുടിയുടെ ഭാഗവും അതുപോലെ അഗസ്ത്യാമലയുടെ ഭാഗമൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ കോട മൂടുന്ന സമയത്ത് അതത്രയും വ്യക്തമായിട്ടല്ലായിരിക്കും കാണുന്നത്. അതേപോലെ തന്നെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ നേരത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സും അതേപോലെ മരമൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ മയിലിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് അതേപോലെ ഞാറനീലി ആ ഒരു ഏരിയയിലെല്ലാം അവൈലബിൾ ആണ്. കൂടുതലും ഈ ഒരു സ്കൂളിനോട് ചേർന്നാണ് ഈ ഒരു മയിലിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളത് തന്നെ. അവ കൂടുതലും സ്റ്റേ ചെയ്യുന്ന അവിടെയാണ്, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.